ഹായ് ഹലോ, എല്ലാവർക്കും സോളാർ സ്റ്റൈൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുള്ളൂ അല്ലേ? പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ ചുമ്മാ കഴിഞ്ഞപ്പോൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ബോറടിക്കുന്നു. അപ്പോൾ മോളോട് ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് എവിടെയെങ്കിലും പോയാലോ, ചുമ്മാ ഇരുന്ന് ബോറടിക്കാൻ തുടങ്ങിയെന്ന്. അപ്പം ഞാനും മോളും കൂടെ കൂടിയിട്ട് തീരുമാനമെടുത്ത് നമുക്കെന്നേലും ഇന്ന് നമ്മുടെ ബാലൻ മൂവി ഷൂട്ട് ചെയ്ത് ലൊക്കേഷൻ കാണാൻ പോയായിരുന്നു. ആ ലൊക്കേഷൻ എവിടെയൊന്നുമില്ലേ, നമ്മുടെ വയനാട് പുൽപ്പള്ളി ചേഹാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ലൊക്കേഷൻ ഉള്ളത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് ലൊക്കേഷൻ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി ലൊക്കേഷനിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. വഴിയൊക്കെ അത്രയും നല്ല വഴികളായതുകൊണ്ട് നമുക്ക് അത്രയും വേഗത്തിലാണ് പോകാൻ പറ്റുന്നത്. ചെറിയ റോഡാണ്, റോഡൊക്കെ മുഴുവനും പൊളിഞ്ഞു കിടക്കുന്ന റോഡൊക്കെ തന്നെയാണ്. മഴയും കൂടെ ആയപ്പോഴേക്കും പൊളിയാനുള്ള ഭാഗങ്ങളൊക്കെ മുഴുവനും പൊളിഞ്ഞിട്ടുണ്ട്. അപ്പം ചെറിയ റോഡാണ്. ഇപ്പം ആ ലൊക്കേഷൻ ഇങ്ങനെ മൂവിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പേര് അത് കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് അവിടെ. അപ്പം നമ്മൾ പോയി ചേകാടിയിലേക്കൊരു ഗേറ്റ് കടന്നിട്ട് വേണം പോകാനായിട്ട്. കാടിൻ്റെ ഉള്ളിൽ കൂടെ വേണം ആ സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഇപ്പം നമ്മളിതാ പോയിട്ട് ആ ഗേറ്റിങ്ങിലേക്ക് എങ്ങനെ എത്തുന്നുണ്ട് കേട്ടോ. ഗേറ്റ് രാത്രിയിൽ അടച്ചിടും, രാവിലെയാണ് തുറക്കുന്നത്. വന്യമൃഗങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇതാ പോകുന്ന ആ ഗേറ്റ് കടന്ന് നമ്മൾ കാടിനകത്തോട്ട് ഇപ്പോൾ കയറിയിട്ടുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും കാടാണ്. മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണ്. പക്ഷേ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഭീകരമാണ്. അപ്പം വണ്ടി മുമ്പിൽ പോണ വണ്ടിയൊക്കെ കുഴിയിലൊക്കെ ചാടി പോകുന്നുണ്ടല്ലേ. അപ്പം ഞങ്ങളും അങ്ങനെ പതുക്കെ ഉരുട്ടി എന്താ പറയുക, കുഴിയിലൊക്കെ ചാടിച്ച് അങ്ങനെ അങ്ങ് പോവുകയാണ്. പക്ഷേ ഇതിലൂടെയുള്ള റോഡ് മോശമെന്ന് പറഞ്ഞാൽ ഇതിലൂടെയുള്ള യാത്രയുണ്ടല്ലോ, ഒന്നും പറയണ്ട. അത്രയ്ക്ക് അതിമനോഹരമായ ഒരു യാത്രയാണ്. ഒരിക്കലെങ്കിലും ഇതിലൂടെയൊക്കെ ഒന്ന് പോകണം കേട്ടോ, ഭയങ്കര രസമാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സ്ഥലമാണ്. പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ചേകാടി എന്ന് പറഞ്ഞ ഗ്രാമം കാണാൻ തന്നെ അതിമനോഹരമാണ്. കല്ലാണ് നമ്മളിപ്പോൾ കാട്ടിക്കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡൊക്കെ ഇത്ര മോശമാണെങ്കിലും ഈ വഴിക്കൂടെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. KSRTC ഉണ്ട്, പ്രൈവറ്റ് ബസ് ഉണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മരങ്ങളെ കൂടിയൊക്കെ വള്ളികളൊക്കെ പെട്ടിട്ട് കിടക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ മൃഗങ്ങളൊക്കെ ഉണ്ട്. രാത്രി യാത്രയിനകത്തോട് ഒഴിവാക്കണം. നമ്മളിപ്പോൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ബാലൻ മൂവിയിലെ വെയിറ്റിംഗ് ഷെഡാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടംപോലെ വരുന്നത് കേട്ടോ. ഇവർ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇവർ പോവുകയാണ്. ഇവിടെ ഈ സ്ഥലത്താണ് ആ ലാസ്റ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിലെന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് DOP ഷൈജു ഖാലിദ്, പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ആരോഗ്യ. എന്താ കണ്ണാടിയാ? ഇതെന്ത് ഇവർ മലപ്പുറത്തുനിന്ന് വയനാട് കാണാനായിട്ട് വന്നവരായിരുന്നു കേട്ടോ. സുഖുവാട്ടൻ്റെ കടയിൽ ചായ കുടിക്കാൻ പോകുന്നതാണ് ഇവർ. ലാസ്റ്റ് സീനിൽ കൊച്ചിൻ്റെ അമ്മ നടന്നു വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതിലൂടെയാണ് നടന്നു വരുന്നത്. ഇവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ അതിനകത്ത്. അവിടെ നിന്നാണ് ലാസ്റ്റ് സീൻ. ഈ വഴി കണ്ടോ, ഈ വഴിയും കൂടെയാണ് ഇങ്ങനെ നടന്നു വരുന്ന സീനൊക്കെയാണ് വിളിക്കാത്തുള്ളത്. ആയിട്ട് ഇതാ ബസ്സൊക്കെ വരുന്നില്ലേ, ആ വഴിയാണ് ഇപ്പോൾ ഇത്. ഞാൻ വെച്ചിട്ട് ഈ ചേകാടിയിലാണ് ഈ സ്ഥലം. ഇവിടെ പുൽപ്പള്ളി ചേകാടി ബസ്സാണത്. ഇവിടെ അടുത്ത് ആൾക്കാരൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവുകയാണ്. നിങ്ങളെവിടുന്ന് വരുന്നത്? മാനന്തവാടിയിൽ നിന്ന് തന്നെയാ? വീഡിയോയിൽ വരുന്നതിന് കുഴപ്പമില്ലല്ലോ. ഞങ്ങളിവിടെ പുൽപ്പള്ളി തന്നെയാ. ബ്ലോഗ് ചെറുതായിട്ട്. ഇൻസ്റ്റയിൽ ഷീന ജോസഫ്. അതിലൂടെ അല്ല സിനിമയിലേക്ക് വരുന്നത്. പേരെങ്ങനെയാ?
ആദിത്യ ഇയാളുടെ വികാസ്. മണ്ടോടി എവിടെയാ? മണ്ടാടി ഇവിടെ കൊണ്ടേങ്ങാടി. കൊണ്ടേങ്ങാടിയിലാണ്. ഞങ്ങളിത് ബെഡ് ഷെഡ് ഷൂട്ടിംഗ് സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു പോവുകയാണ്. ഇത് കാണാനായിട്ട് വേണ്ടി മാത്രമാണ് ഇപ്പം ഇന്നിങ്ങോട്ടേക്ക് വന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ബാലൻ ലൊക്കേഷൻ എങ്ങനെയുണ്ടെന്ന് കമൻറ്റോടെ